ഹലോ, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫിഷ് മോളി എങ്ങനെ റെഡിയാക്കാം നോക്കാം. അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കോമ്പിനേഷൻ ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 പീസ് നന്നായി ക്ലീൻ ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. ഇത് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. 3 പീസിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 അവറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 to 5 മിനിറ്റിൻ്റെ ഉള്ളിൽ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരും. അങ്ങനെ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മൂന്ന് പീസും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഗ്രാമ്പു, 1 ഇഞ്ച് വലുപ്പമുള്ള കറുകാപ്പട്ടയുടെ പീസും പിന്നെ 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ ഒരു 1/4 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, അത്യാവശ്യം എരിവുള്ള ഒരു 3 വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒരു 15 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസുള്ള സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായി വഴന്നു വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ വഴന്നു വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാലാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഗ്രേവി വെച്ചിട്ട് നമുക്ക് ആ മീനിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ തക്കാളിയും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. മീൻ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ നമുക്കിനി അധിക നേരം ഇതിനെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് തുറക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നല്ല കട്ടിയുള്ള 1ാം പാല് 1/4 കപ്പ് അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ വിനെഗറും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ആ പാൻ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2-3 സെക്കൻഡ് മാത്രം തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1 അവറോ ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും കറിയൊക്കെ സെറ്റായി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായി. ഇനി നിങ്ങൾക്ക് ഇത് ചപ്പാത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.